ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അടിപൊളി വെൽക്കം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റാണ്. ഇതൊരു വാൾ ഹാങ് തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതിൽ കുറച്ച് പ്രോസസ്സ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇനി നമുക്ക് കളർ പേപ്പർ അല്ലെങ്കിൽ സാധാ വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്നതുള്ളൂ. ഞാനിപ്പോൾ എല്ലാ പേപ്പർ യൂസ് ചെയ്തേക്കുന്നതെന്നുള്ളൂ. ഇടയ്ക്ക് വൈറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ഈ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യം കുറച്ച് കളർ പേപ്പറും പിന്നെ കുറച്ച് മുത്തും പിന്നെ പശയും പിന്നെ കത്രിക, പെൻസിൽ, സ്കെയിൽ അതൊക്കെ മാത്രം മതി. ആദ്യമേ നമുക്ക് 11 സെൻറ്റിമീറ്റർ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ ട്രയാങ്കിളായിട്ട് മടക്കാം. അത് നമുക്ക് ആദ്യം ഒരു മടക്കം മടക്കിയിട്ട് അതിനുശേഷം ഒന്നുകൂടി ഇങ്ങനെ ട്രയാങ്കിളായിട്ട് തന്നെ ഒന്നുകൂടി മടക്കണം. അതിനുശേഷം ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്കൊരു പെൻസിൽ എടുത്തതിന് ശേഷം ഇതേപോലെ വരയ്ക്കണം. നമ്മൾ ഈ ഇലയുടെയൊക്കെ പാതിയായിട്ട് വരയ്ക്കത്തില്ല, അതേപോലെ വരച്ചാൽ മതി. അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇനി തുറന്നു നോക്കുമ്പോൾ ഇതേപോലെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ വരുന്നതായിരിക്കും. ഇനി നമുക്കിത് ഇതേപോലെ വരച്ചിട്ട് ആ ഭാഗം ഫുള്ള് വരച്ചങ്ങ് എൻ്റെ വരെ അങ്ങ് എത്തിക്കത്തില്ല, കുറച്ച് ഭാഗം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങോട്ട് മാത്രം ചെയ്താൽ മതി. ഇനി ഇത്രയും ഡാർക്ക് വരയ്ക്കണമെന്നല്ല, ഞാൻ വീഡിയോ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി മാത്രം അത്രയും ഡാർക്ക് കൊടുത്തത്. നമുക്ക് അത്രയും ഡാർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് കട്ട് ചെയ്ത ഭാഗം ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് തുറന്ന് വെച്ചേക്കുന്ന ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ കട്ട് ചെയ്ത ഭാഗമില്ലേ, അത് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ അടുത്ത പശ നമ്മൾ തേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിങ്ങനെ വിട്ടുപോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ആദ്യമേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്, ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ രണ്ടാമത്തെ ആ കട്ട് ചെയ്ത ഭാഗം നമുക്കത് ഇതേപോലെ പശ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് മുത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരെണ്ണങ്ങൾ ഉണ്ടാക്കണം. എങ്കിലും അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വാൾ ഹാങ്ങിനുള്ള പൂവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് നൂലോട് കെട്ടിക്കൊടുത്താൽ മാത്രം മതിയാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.